മസാല ദോശയ്ക്ക് വേണ്ടി ഉള്ള വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കണം, അതൊക്കെ അരിഞ്ഞ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുക്കണം, അങ്ങനെ കുറച്ച് പരിപാടികൾ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ കുക്കിംഗ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വെൽക്കം ബാക്ക് ടു ദി ഹാപ്പി പ്ലേറ്റ്. തുടക്കം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മസാല ദോശയാണ്. ആദ്യം തന്നെ നമ്മൾ മസാല ദോശയ്ക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പൊട്ടാറ്റോ അഥവാ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാൻ പോവാണ്. കുക്കറിൽ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3 വിസിലിൽ നമ്മുടെ പൊട്ടാറ്റോ റെഡിയാവും. ഇനി നമുക്ക് നമ്മുടെ മസാല ദോശയ്ക്ക് വേണ്ട മസാല ഉണ്ടാക്കാം. ഈ മസാല ദോശയുടെയൊക്കെ റെസിപ്പി ഒരു വീഡിയോ ആയിട്ട് ഇടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ സത്യത്തിൽ ആദ്യമായിട്ട് മസാല ദോശ ഉണ്ടാക്കിയത് ഇതേപോലെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, എൻ്റെ പോലെ ആർക്കെങ്കിലുമൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയാലോ, എൻ്റെ വീഡിയോ കാണുന്ന എന്നെ ഫോളോ ചെയ്യുന്ന ആർക്കെങ്കിലുമൊക്കെ ഇത് നോക്കിയിട്ടൊരു മസാല ദോശ ഉണ്ടാക്കണമെന്ന് തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണിത്. അപ്പോഴേ കഥയൊന്നും പറഞ്ഞു നിൽക്കാനുള്ള സമയമില്ല. നമുക്ക് എന്തായാലും മസാല റെഡിയാക്കാം. ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും ഉഴുന്നും ഇട്ട് അത് നല്ലപോലെ പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിൻ്റെ ഒന്നും കൃത്യമായ കണക്ക് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. കാരണം വേറൊന്നുമല്ല, ഞാനിവിടെ ഉണ്ടാക്കുന്നത് 2 പേരുടെ കണക്കിനാണ്. അപ്പോൾ നിങ്ങളതനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മുടെ സവാള ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. കാര്യമായിട്ടുള്ള മസാലപ്പൊടികളൊന്നുമില്ല. ആവശ്യത്തിനുള്ള ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കാരണം പച്ചമുളക് ആദ്യമേ തന്നെ ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ ചേർത്തത് കാശ്മീരി മുളക് പൊടിയാണ്. ഒരു കുറച്ച് നിറത്തിനും കൂടെ വേണ്ടിയിട്ടാണ് അത് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മളതിലേക്ക് ചേർക്കുന്നത് കായപ്പൊടിയും അതുപോലെ തന്നെ ഒരു നുള്ള് ജീരകപ്പൊടിയുമാണ്. ഇനി ഈ മസാലപ്പൊടികളൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതേ സമയം കൊണ്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ യോജിപ്പിച്ച് എടുത്താൽ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ വാചകത്തിനിടയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, ഉപ്പും കൂടി നമ്മുടെ ആവശ്യത്തിന് ചേർത്തിട്ട് വേണം നമ്മുടെ മസാല റെഡിയാക്കാൻ. ഇനിയൊരു ഫൈനൽ ടച്ചാണ് കറിവേപ്പില. ഈ കറിവേപ്പില സത്യം പറഞ്ഞാൽ ആദ്യം നമ്മൾ എണ്ണയിൽ വഴറ്റുന്ന സമയത്ത് ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായേനെ. പക്ഷെ ഞാനിവിടെ മറന്നു പോയതുകൊണ്ട് അവസാനം കറിവേപ്പില ചേർത്തു എന്ന് മാത്രം. കറിവേപ്പില ചേർത്തതിന് ശേഷം അതും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മസാല ഫൈനലി റെഡി ആയിട്ടുണ്ട്. ഇനി ദോശ ടൈമാണ്. കാരണം മസാല ദോശയ്ക്ക് ദോശ വേണമല്ലോ. ഈ ദോശമാവ് ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സെറ്റാക്കി വെച്ചു എന്ന് പറയുമ്പോൾ അരച്ച് വെച്ചതല്ല, ഞാനിവിടെ പാക്കറ്റിലാണ് ദോശമാവ് മേടിക്കാറുള്ളത്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, നല്ല മാവാണിത്. അപ്പോൾ നമ്മൾ ദോശമാവൊക്കെ നല്ല പോലെ പരത്തിയതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ദോശ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ദോശ മറിച്ചിടാറില്ല. അതൊന്ന് മൂടി വെച്ച് വേവിക്കാറാണുള്ളത്. അപ്പോൾ ഒന്ന് മൂടി വെച്ച് അതൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മസാല നടുവിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ദോശ നമ്മൾ നല്ല പോലെ മടക്കി എടുക്കണം. ഞാനത് മടക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. ഫൈനലി മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മസാല ദോശ ഇവിടെ റെഡിയായി. ഇനി അടുത്തത് നെയ്യിടാത്ത മസാല ദോശയാണ്. കാരണം എൻ്റെ ഭർത്താവ് നെയ്യ് കഴിക്കില്ല. അപ്പോൾ നമ്മുടെ മസാല ദോശയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് മസാല ദോശ ഉണ്ടാക്കുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബൈ.